9 വർഷം മുമ്പ് മക്കളെ അൺസ്കൂൾ ചെയ്യുന്ന സമയത്ത് അവരെ എന്ത് പഠിപ്പിക്കുമെന്ന് പറയുന്ന ഒരു റിസർച്ച് ഞാൻ നടത്തി. അന്ന് പലരും പറഞ്ഞത് നമുക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള CBSE കരിക്കുലം വീട്ടിലിരുത്തി പഠിപ്പിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിൻ്റെ കരിക്കുലം എടുത്ത് പഠിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ഒരുപാട് എക്സ്പ്ലോറേഷൻ ഇതിൻ്റെ പുറകെ നടത്തി. അന്ന് നമ്മൾക്ക് മുന്നിൽ വന്നുപെട്ടത് കമ്പ്യൂട്ടർ സയൻസ് ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്ന US ഫോളോ ചെയ്യുന്ന ഒരു കരിക്കുലമാണ്. അതിൻ്റെ ഭാഗമായിട്ട് അമീൻ കോഡിംഗ് പഠിച്ചു. അന്ന് കോഡിംഗ് പഠിക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്ക്രാച്ച് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമായിരുന്നു. ഗെയിമിഫൈഡ് ആയിട്ട് കോഡിംഗ് പഠിപ്പിച്ചതുകൊണ്ട് കോഡിംഗ് അവൾക്ക് രസകരമായി തോന്നുകയും ആ കോഡിംഗ് ഉപയോഗിച്ചുകൊണ്ട് പല ഗെയിമുകളും ആപ്ലിക്കേഷൻസും ഒക്കെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയും ABC കോഡേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അന്ന് അനിമേറ്റഡ് ആയിട്ടും ഗെയിമിഫൈഡ് ആയിട്ടും സ്ക്രാച്ച് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ് അമീനിന് കോഡിംഗ് പഠിക്കാൻ പറ്റിയത്. നേരെ മറിച്ച് ഞാൻ എഞ്ചിനീയറിംഗ് പോകുന്ന സമയത്ത് സിയും C++ ഒക്കെ ബേസിക്സ് ആയിട്ട് നമ്മൾ കോഡിംഗ് പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ശരിക്കും ഇതിൻ്റെ ഒന്നും സിൻടാക്സുകളും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവുകയില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പ്രോഗ്രാമിങ്ങിൻ്റെ ലോജിക്കുകൾ കൂടി മിക്സ് ആവുന്ന സമയത്ത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതൊരു ബോറിംഗ് വിഷയമായിട്ട് ഫീൽ ചെയ്യുകയും ഇതിൻ്റെ ഒരു തിയറി പാർട്ട് മനസ്സിലാകാതിരിക്കുകയും അത് നേരെ മറിച്ചുകൊണ്ട് നമുക്ക് ലാബുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കുകയും വരുന്ന സമയത്ത് വളരെ ഫെയിലിയർ ആയിട്ടുള്ള ഒരു അപ്രോച്ചായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഈ ഒരു സിനാരിയോ ഒക്കെ മാറിയേക്കാണ്. ഇന്ന് എൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ്, മക്കളെ അൺസ്കൂൾ ചെയ്യട്ടെ, ഹോം സ്കൂൾ ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൊട്ടി പറയും നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയും. കാരണം അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജി പോയിരിക്കുകയാണ്. ടെക്നോളജി മാത്രമല്ല, ഏത് വിഷയങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗെയിമുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടും അനിമേഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും ഒക്കെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം കൂടി തന്നെ നമ്മളുടെ കുട്ടികളുടെ സ്കില്ലുകൾ വളർത്താൻ വേണ്ടി ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുവാനും ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. ഇന്ന് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ഇംഗ്ലീഷിൽ നമുക്ക് വൈപ്പ് കോഡിംഗ് എന്ന് പറയുന്ന ഒരു മോഡലിലൂടെ നമുക്ക് എല്ലാ പ്രൊഡക്റ്റുകളും ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയും. ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് ഒരു മാർക്കറ്റിൽ സെല് ചെയ്യാനും പറ്റും. അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് ഒരു ക്രിയേറ്റീവായിട്ടൊരു കുട്ടി ചിന്തിച്ചാൽ മാത്രം മതി. ആ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്ക് ആ ചിന്തിക്കുന്ന കാര്യങ്ങളെ ഒരു പ്രാവർത്തികമായ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുവാൻ ഇന്ന് ഈ വൈപ്പ് കോഡിംഗ് പോലെയുള്ള സംവിധാനങ്ങൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് പ്രോഗ്രാമിംഗ് പഠിക്കാൻ സ്ക്രാച്ച് പോലും വേണ്ട എന്ന് ഞാൻ പറയും. കാരണം ഒരു പ്ലെയിൻ ഇംഗ്ലീഷിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു ഗ്രാമർ പോലും അതിൽ അത്യാവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളെ നിർബന്ധമായിട്ടും കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കണമെന്ന് ഞാൻ പറയും. ഇതൊരിക്കലും ഒരു പൈത്തൺ പോലെയുള്ള ലാംഗ്വേജോ സിയോ C++ ഒന്നും അല്ല തുടക്കത്തിൽ വേണ്ടത്. തുടക്കത്തിൽ വേണ്ടത് അവരുടെ ഒരു ഐഡിയ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പ വഴികളാണ്. അതിന് വൈപ്പ് കോഡിംഗ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളുടെ കുട്ടികളെല്ലാവരെയും തന്നെ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുന്നതിന് മുന്നേ തന്നെ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നയിച്ചു കഴിഞ്ഞാൽ അവർ വളരെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുകയും അത് അവരിൽ ഒരുപാട് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വൺസ് ഈ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്താൽ തന്നെ അവരൊരു ലൈഫ് ലോങ് ലേണേഴ്സായിട്ട് മാറും. മാത്രമല്ല അവർ ബിൽഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ അവർക്കൊരു മാർക്കറ്റിൽ സെല്ല് ചെയ്തുകൊണ്ട് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടാൻ സാധിക്കും. അതുകൂടാതെ തന്നെ മാത്സ് പോലെയുള്ള വിഷയങ്ങളിൽ, സയൻസ് പോലെയുള്ള വിഷയങ്ങളിൽ അവർക്ക് താല്പര്യം ജനിക്കുകയും അവർ ഇന്നോവേറ്റേഴ്സും റിസർച്ചേഴ്സും ക്രിയേറ്റേഴ്സുമായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകൾ നമുക്ക് കുട്ടികളുടെ മുന്നിൽ തുറന്നു കൊടുക്കാൻ സാധിക്കും. ഇന്ന് നമ്മളുടെ മുന്നിൽ അവസരങ്ങൾ ഒരുപാടാണ്. ഈ അവസരങ്ങളെ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളെ നമ്മൾ അൺസ്കൂൾ ചെയ്യുന്നതുകൊണ്ടോ ഹോം സ്കൂൾ ചെയ്യുന്നതുകൊണ്ടോ ഒരു കുഴപ്പം ഉണ്ടാവില്ല.